എല്ലാവരും ഇലക്ഷനിൽ സെലിബ്രിറ്റി വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും നിരവധി സെലിബ്രിറ്റികളാണ് ഈ ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ അധികം ചർച്ചയാവാത്തതും ചർച്ചയാവേണ്ടതുമായ ഒരു പവർഫുൾ പൊളിറ്റീഷ്യൻ. വെങ്കട് പ്രഭു സിനിമകളുടെ സ്ഥിരം സാന്നിധ്യമായ ഇദ്ദേഹത്തിന്റെ മുഖം നമുക്ക് ഫെമിലിയർ ആണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും മത്സരിച്ച് വിജയിച്ച വിജയ് വസന്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തമിഴ് ചാനലായ വസന്ത് ടിവിയുടെയും കേരളത്തിൽ ഉൾപ്പെടെയുള്ള വസന്ത് ആൻഡ് കോ കമ്പനിയുടെയും മാനേജിംഗ് ഡയറക്ടറാണ് വിജയ് വസന്ത്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കന്യാകുമാരിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1,70,000 വോട്ടിന്റെ ലീഡിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. മറ്റു സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും പിന്നിലാക്കിക്കൊണ്ട് 5,46,000 വോട്ടുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഭൂരിഭാഗം പേർക്കും വിജയ് വസന്തിനെ അറിയാം. എങ്കിലും ആരായിരുന്നു വിജയ് വസന്ത്? എങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്? രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് എന്തായിരുന്നു അദ്ദേഹം? വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെലിബ്രിറ്റികളുടെ വിജയ പട്ടികയിൽ വരേണ്ട ആൾ. 2007 വിജയ് വസന്ത് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചിരുന്നു. തോഴ, കനിമൊഴി, നൻപൻ, വേലേക്കാരൻ എന്നീ സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അഭിനയത്തിലേക്ക് കൂടുതൽ ആക്റ്റീവായി വന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും MP യുമായിരുന്ന H വസന്തകുമാറിന്റെ മരണം. കോവിഡ് ബാധിച്ച് MP ആയിരിക്കെ തന്നെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 2021 കന്യാകുമാരിയിൽ നടന്ന ബൈ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിജയ് വസന്ത് മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ലോക്സഭ MP ആയിരിക്കെ തന്നെ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനിമകളിൽ സജീവമായി വന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുകയാണ്. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സിനിമയും കൊണ്ടുപോകുന്ന ഒരുപാട് സെലിബ്രിറ്റികളെ നമുക്കറിയാം. വിജയ് വസന്തിനും അത്തരത്തിൽ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം.